മണ്ണാർക്കാട് ആര്യമ്പാവിൽ നബീസയുടെ കൊലപാതകം. കൊച്ചുമകനും ഭാര്യയും അറസ്റ്റിൽ. നബീസയെ കൊന്നത് വിഷം നൽകി. കൊലപാതകത്തിന് കാരണം 3 വർഷം മുമ്പ് വീട്ടിൽ നിന്നും കാണാതായ 43 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചത് നബീസയാണെന്ന് വരുത്തി തീർക്കാൻ നബീസയുടെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ സംശയം തോന്നിയതാണ് കേസിൽ വഴിത്തിരിവായതെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചുമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 24-ാം തീയതി പകൽ 11 മണിയോടെയാണ് തോട്ടര ഈങ്ങാക്കോട്ടിൽ മമ്മിയുടെ ഭാര്യ നബീസ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ആത്മഹത്യയാണെന്ന് കരുതിയ സംഭവം പിന്നീട് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലെ പൊരുത്തക്കേട് പോലീസിന് സംശയം ഉദിപ്പിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട നബീസയുടെ മകൾ ഫാത്തിമയുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നും കൊലപാതകമാണെന്നും പെട്ടെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അതിൽ പ്രതിയായിട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ആ സ്ത്രീയുടെ മകളുടെ മകനായിട്ടുള്ള ബഷീർ, വയസ്സ് 33, സൺ ഓഫ് മുഹമ്മദ്, പടിഞ്ഞാറേതിൽ വീട്, തോട്ടര കരിമ്പുഴ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ ഭാര്യ ഫസീലയുമാണ് ആ കൃത്യം ചെയ്തതെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു. 3 വർഷം മുമ്പ് നബീസയുടെ വീട്ടിൽ നിന്നും 43 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ബഷീറിന്റെ ഭാര്യ ഫസീലയുടേതായിരുന്നു സ്വർണ്ണാഭരണം. ഇത് മോഷ്ടിച്ചത് ഫസീലയാണെന്ന് ആരോപണമുണ്ടായി. കാരാകുർശിയിലെ ബന്ധുവീട്ടിലും സമാന സംഭവം ഉണ്ടാവുകയും ഫസീലയെ സംശയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടിരുന്നു. ഈ ആരോപണം കൊല്ലപ്പെട്ട നബീസയിൽ ആരോപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുവേണ്ടി ബഷീറും ഭാര്യയും നബീസയെ കൊന്നതിനു ശേഷം ആത്മഹത്യാക്കുറിപ്പും തയ്യാറാക്കി. ഇതിൽ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട സംഭവത്തിന് ഉത്തരവാദി താനാണെന്ന് നബീസ പറയുന്നതായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ തനിക്ക് ക്യാൻസർ രോഗമാണെന്നും അതിനാലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. എഴുത്തും വായനയും അറിയാത്ത നബീസ ഇതെല്ലാം എങ്ങനെ തയ്യാറാക്കിയെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം തങ്ങൾ ചെയ്തതാണെന്ന് പ്രതി ബഷീറും ഭാര്യ ഫസീലയും സമ്മതിച്ചെന്ന് CI M മുഹമ്മദ് ഹനീഫ പറഞ്ഞു. ഭക്ഷണത്തിൽ, അതായത് ചീരക്കറിയിൽ കഞ്ഞിയും ചീരക്കറിയും സ്ത്രീക്ക് കൊടുക്കുകയും സ്ത്രീക്ക് കൊടുത്ത ചീരക്കറിയിൽ വിഷം കലക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ 1 മണിക്കൂർ സമയത്തേക്ക് സ്ത്രീ കാര്യമായ കുഴപ്പമില്ലാതെ തുടരുകയും 1 മണിക്കൂറിന് ശേഷം ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലായപ്പോൾ ഈ വിഷദ്രാവകം സ്ത്രീയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ സ്ത്രീ പെട്ടെന്ന് ഞെട്ടിമറിന്ന് കൈ തട്ടിയപ്പോൾ സ്ത്രീയുടെ കൈ പിടിച്ച് ഞെരിച്ച് സ്ത്രീയുടെ കൈക്ക് പൊട്ടലുണ്ടായി. അതേപോലെ തന്നെ പിന്നെ തുടർന്ന് പല സമയങ്ങളിലായിട്ട് ആ കുപ്പിയിലുള്ള വിഷദ്രാവകം മുഴുവൻ സ്ത്രീയെ കൊണ്ട് കുടിപ്പിക്കുകയും അങ്ങനെ പുലർച്ചെ 2:30 ആ റൂമിന്റെ വാതിൽ പൂട്ടിയവൻ പുറത്തേക്ക് വരികയും പിന്നെ കിടന്നുറങ്ങുകയും രാവിലെ 9 മണിക്ക് നോക്കിയപ്പോൾ സ്ത്രീ മരണപ്പെട്ടതായിട്ടും കണ്ടു. പ്രതികളായ ബഷീറിനെയും ഫസീലയെയും കൃത്യം നടത്തിയ നമ്പ്യൻ കുന്നേല് വീട്ടിലും മൃതദേഹം കണ്ട ആര്യമ്പാവിലും യഥാർത്ഥ വീടായ തോട്ടരയിലും തെളിവെടുപ്പ് നടത്തി. ജനക്കൂട്ടം കാരണം പ്രതികളെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കാനായില്ല. പ്രതികളെ കോടതിയിൽ റിമാൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ്, ഷൊർണൂർ DYSP R സുനീഷ് കുമാർ, CI M മുഹമ്മദ് ഹനീഫ, SI-മാരായ മുരളീധരൻ, ഷിജു എബ്രഹാം, ASI-മാരായ റോയ് ജോർജ്, അബ്ദുൽ സലാം, SCPO-മാരായ മണികണ്ഠൻ, ബെന്നി, സതീഷ്, CPO-മാരായ ഷാഫി, സഹദ്, അഭിലാഷ്, വനിതാ CPO-മാരായ നിത്യ, ഓമന എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.